നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താലോ? അപ്പോൾ ലേറ്റായി പോയി എന്നറിയാം, എങ്കിലും സേവ് ആക്കി വെച്ചോ, അടുത്ത വർഷം ഉപകരിക്കും. അപ്പം ഈ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഈ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഒരു 4 കമ്പ് എടുത്തിട്ടുണ്ട്. ആ 4 കമ്പ് നമ്മൾ താഴെ നന്നായിട്ട് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അളപ്പോ എന്ത് വേണമെങ്കിലും നമുക്കൊരു ബേസായിട്ട് എടുക്കാം. അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ടൈ ചെയ്യുക. അതുപോലെ തന്നെ മുകളിലും 4 അറ്റം കൂട്ടി വെച്ച് ഒന്ന് ടേപ്പ് ചുറ്റാലും മതി, അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുത്താലും മതി. കയറുണ്ടോ വള്ളിയുണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് സെക്യൂറായിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. അതിനുശേഷം ഗാർലൻഡ് നമ്മൾ ചുറ്റുമാണ്. അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാം, പച്ചത്തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ പച്ച പേപ്പറോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും കവർ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഗാർലൻഡ് ചുറ്റിയെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പം ഗാർലൻഡ് ചുറ്റി വന്നപ്പോഴാണ് അതിന് ഫുള്ള് തീർന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ കയ്യിലില്ലായിരുന്നു. പിന്നെ നമ്മൾ പോയി വാങ്ങിച്ചു. അങ്ങനെയാണ് 2ാമത്തെ ദിവസമാണ് നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കിയത്. അപ്പം ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ LED ലൈറ്റ് നമ്മൾ 140 രൂപയായിരുന്നു, പക്ഷേ 120 രൂപയ്ക്കാണ് നമ്മൾ ഫൈനൽ വാങ്ങിച്ചത്. ആ ഒരു എമൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യുകയാണ്. ഈ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഐറ്റംസാണ്. അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോയിൽ. ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം. ഇതിൽ ഡെക്കറേഷൻ ഐറ്റംസ് ഗാർലൻഡിൽ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജസ്റ്റ് ഒരു നൂൽക്കമ്പി ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ റീത്ത് നമ്മൾ ക്രിസ്മസ് റീത്ത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വെക്കുക. അപ്പം ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാർ വെച്ച് സ്റ്റാറിൽ നമ്മൾ ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രിസ്മസ് പപ്പയും കൂടെ തൂക്കിയിട്ടു. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈയുടെ ഹൈറ്റ് വന്നിട്ട് ഒരു 3 ഫീറ്റ് അബോവ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈറ്റ് ഇട്ടിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കുറച്ച് ഹൈറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈറ്റിൽ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ട്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ബോക്സൊക്കെ വെക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.